ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കല്യാണ വീട്ടിലെ മീൻകറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. കേറ്ററിംഗുകാരൊക്കെ വെക്കുന്ന ആ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയുടെ. എന്നാൽ വായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ മീൻകറിയാണെന്ന് വേണേൽ പറയാം. കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസമൊക്കെ ഉള്ള കപ്പയുടെ കൂടെയും അല്ലാതെ ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കുന്ന മീൻകറിയാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കാതെ രാവിലെ എണീറ്റൊന്ന് തിളപ്പിച്ച് ആറി മൂടി വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം പോലും ഇല്ല. വെക്കുന്ന അന്ന് കൂട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ഇത് പിറ്റേ ദിവസം കൂട്ടുമ്പോഴേ. അത്രയ്ക്കും നല്ലൊരു മീൻകറിയാണ്. അതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ള ചെറിയ റൗണ്ടായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സാധാ മീൻകറി വെക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വെറും സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് വെക്കാൻ. ഇത് വളരെ എളുപ്പമാണ് വെക്കാൻ, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അത് ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഈ കറിയുടെ പ്രത്യേകം. നോർമൽ ചില്ലി ചേർക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് കറി നല്ല കുറുകി കിട്ടുകയും ചെയ്യും. എരിവെന്നാൽ അധികം കാണത്തുമില്ലേ. അപ്പോൾ കാശ്മീരി ചില്ലി ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കണേ. ആ പൊടിയുടെ ആ പച്ച മണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഞാൻ അതിലേക്ക് കുടംപുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് മൂടി വെച്ച് അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ ഞാൻ കേരയാണ് ഇട്ട് കൊടുക്കുന്നത്. കേരമീനാണ്. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം മതി. നമ്മുടെ കല്യാണ പന്തിയിലെ കേറ്ററിംഗുകാരുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്.
ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ. ബൈ.